ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് 2024 ജനുവരി മാസത്തെ ആനുകാലിക വിവരങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്ന് പരിശോധിക്കാം. LDC എക്സാം അല്ലെങ്കിൽ LPUP എക്സാം ഏതൊരു എക്സാം ആണെങ്കിലും PSC എക്സാം ആണെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണത് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇഷ്ടമാണെന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും വലിയ ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഒന്നാമത്തെ ചോദ്യം. ആൻസർ ഏതാണ്? വിജയവാഡയാണ്, ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 206 അടിയാണ്. 206 അടി. ഓക്കെ. അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിച്ചത് അമേരിക്കയിലെ മേരിലാൻഡിലാണ്. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിലാണ്, എവിടെ? വിജയവാഡയിൽ. ഇന്ത്യക്ക് പുറത്തെവിടെയാണ്? അത് അമേരിക്കയിലെ മേരിലാൻഡിലാണ് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കരയാണ്, കൊല്ലം. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലമാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? കൊല്ലമാണ്. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയുടെ പേരാണ് സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നത്. അപ്പം ഓർത്തിരുന്നുള്ള 9 മുതൽ 12 +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയുമാണ് ഹൈക്കോടതി സന്ദർശിക്കാനുള്ള അവസരം നൽകുന്നത്. അപ്പം മറക്കണ്ട, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനുള്ള പദ്ധതിയുടെ പേരാണിത് സംവാദ. അടുത്ത ചോദ്യം, 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി ഏതാണത്? ദാവോസ് ആണ്, സ്വിറ്റ്സർലാൻഡ്, ദാവോസ്. അതേപോലെ നോക്കൂ, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം അത് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം, ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരനാരാണ്? സുരേന്ദ്രനാണ്. 2022 പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ സുരേന്ദ്രൻ നായരാണ് ഈ പുരസ്കാരത്തിന് അർഹനായത്, സുരേന്ദ്രൻ നായർ. ഓക്കെ, അടുത്ത് നോക്കൂ, അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവൻ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവനാണ്. അടുത്ത ചോദ്യം, 2024 ജനുവരി 16 100ാമത് ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ, അദ്ദേഹം മരണപ്പെട്ടതെന്നാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഇവിടെ കൊടുത്തേക്കുന്ന വർഷം എന്താണ്? പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്, തെറ്റാണ്. അപ്പോൾ വർഷം ഏതാണ്? 1924 2024 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് 1924 അല്ലേ, ജനുവരി 16 തീയതിയാണ് എന്ത് ചെയ്തത്? ആലപ്പുഴയിലെ പല്ലനയാറ്റിൽ വെച്ചാണ് എന്ത് ചെയ്തു? അദ്ദേഹം ബോട്ടപകടത്തിലാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. ഓക്കെ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്, ഒഡീഷ. അതേപോലെ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് ഏതാണ്? അപ്പോൾ സങ്കര ഇനം ഉരുളക്കിഴങ്ങിൻ്റെ പേരാണ് കുഫ്രി ഉദയ് ആണ്, കുഫ്രി ഉദയ്. ഓക്കെ, ആരാ നിർമ്മിച്ചത്? ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ചതാണ്. ഏതാണ്? കുഫ്രി ഉദയ്. ഓക്കെ. അടുത്ത ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? അപ്പോൾ ഗുരുവായൂർ ട്രസ്റ്റാണ് കൊടുക്കുന്നത്. 2023 53ാമതാണ്. ഏതാണ് പുരസ്കാരത്തിൻ്റെ പേര്? ഓടക്കുഴലാണ് കൊടുക്കുന്ന. ആർക്കാ കിട്ടിയത്? PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? ഓക്കെ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴാണ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയിൻകീഴ്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, 2023
AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഏതാണ്? ഖത്തറാണ്. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൻ്റെ വേദി ഏതാണ്? ഖത്തറാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിൻ്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടിക് സംഗീതജ്ഞനാരാണ്? PR കുമാര കേരളവർമ്മയാണ്. PR കുമാര കേരളവർമ്മയാണ്. അതേപോലെ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയതാരാണ്? കണ്ണൂരാണ്. വേദി ഏതാണ്? വേദി കൊല്ലമാണ്. 2ാം സ്ഥാനം കോഴിക്കോടാണ്. അപ്പം 3 കാര്യം ഇതിൽ തന്നെ ഉണ്ട്. 62ാമത്തെയാണ്. അതിൻ്റെ കിരീടം നേടിയതാരാണ്? കണ്ണൂരാണ്. വേദി കൊല്ലമാണ്. 2ാം സ്ഥാനം ആർക്കാണ്? കോഴിക്കോട്. 3ാം സ്ഥാനം പാലക്കാടാണ്. ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ആരാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. അടുത്ത ചോദ്യം, 19 ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത്, നാമിൻ്റെ സമ്മേളനത്തിന് വേദിയാകുന്നത് ഏതാണ്? ഉഗാണ്ടയാണ്. ഓക്കെ, എവിടെയാണ്? ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് എന്ത് ചെയ്യുന്നത്? ചേരിചേരാ സമ്മേളനം ചെയ്യുന്നത് നടത്തുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? പെഞ്ച് കടുവ റിസർവാണ്, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ്? പെഞ്ച് കടുവ റിസർവാണ്, മഹാരാഷ്ട്രയിലാണ്. അടുത്ത് നോക്കി, ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എവിടെയാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എവിടെയാണ്? ലഡാക്കാണ്. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അടവപ്പെടുന്ന പേരാണത്? ഓപ്പറേഷൻ സർവശക്തി. ഓപ്പറേഷൻ സർവശക്തിയാണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിൻ്റെ പേരാണത്? ഓപ്പറേഷൻ സർവശക്തി. അടുത്ത ചോദ്യം, 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്ത ആരാണ്? ലയണൽ മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ലയണൽ മെസ്സിയാണ്. അതേപോലെ നോക്കൂ, 2023 ഫിഫയുടെ മികച്ച വനിതാ താരം അതാരാണ്? ഐറ്റാന ബോൺമതിയാണ്. സ്പെയിൻ്റെ ഐറ്റാന ബോൺമതി. ഓക്കെ, അടുത്ത് നോക്കിയേ, കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര. അപ്പം കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേരാണത്? കേരയാണ്. കേര. അടുത്ത ചോദ്യം, ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയതാരാണ്? ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രധനുസ് എന്ന ആത്മകഥ എഴുതിയതാരാണ്? ഇന്ദ്രൻസ് ആണ്. അടുത്ത് നോക്കൂ, ഫോബ്സ് മാസിക റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റിൻ്റെയാണ്. കുവൈറ്റ് ദിനാറാണ് ഏറ്റവും മൂല്യമേറിയ കറൻസി. 2ാം സ്ഥാനം ബഹ്റിൻ ദിനാർ. 3ാം സ്ഥാനം ഏതാണ്? ഒമാനി റിയാലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണിത്? DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കലക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേരാണ് DC കണക്ട്. ഓക്കെ, അടുത്ത് നോക്കൂ, കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി ഏതാണ്? കൊച്ചിയാണ്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി ഏതാണ്? കൊച്ചിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് ഏതാണ്? പ്രസാദമാണ്. ഉജ്ജയിനി, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടത്തുന്ന എയ്റോസ്പേസ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈസിംഗ് കോമ്പറ്റീഷൻ 2024 വേദി ഏതാണ്? വാഗമണ്ണാണ്, ഇടുക്കിയാണ്. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോസ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇൻ്റർനാഷണൽ പാരാഗ്ലൈസിംഗ് കോമ്പറ്റീഷൻ്റെ വേദി ഏതാണ്? 2024 വേദി വാഗമണ്ണാണ്, ഇടുക്കിയാണ്. അടുത്ത് നോക്കൂ, ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ഏതാണ്? റഷ്യയാണ്. ഇമ്പോർട്ടൻ്റ് ഒക്കെ ആയിരിക്കും. നമുക്ക് ഇന്ത്യ ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ ബ്രിക്സ് സാർക്കൊക്കെ ചോദിക്കാറുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? 2024 വേദി റഷ്യയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം ഏത് രാജ്യത്തെ മാതൃകയിലുള്ളതാണ്? എവിടെയാണ്? ചൈനയിലെ കണ്ണാടിപ്പാലത്തിൻ്റെ മാതൃകയിലുള്ളതാണിത്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടിപ്പാലം. അടുത്ത ചോദ്യം, കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചിരിക്കുന്നത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിക്കുന്നത്? എത്രാമത്തെയാണ്? 150 അല്ലേ?
അപ്പോൾ 1875 ജനുവരി 15 കൊൽക്കട്ടയിൽ എന്ത് ചെയ്തത്, ആസ്ഥാനമാക്കിയിട്ട് ഈ വകുപ്പ്, കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ 150-ാം വാർഷികമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2024 ജനുവരിയിൽ ആചരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 80. ഒന്നാം സ്ഥാനത്തിൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ ഒക്കെ ഇതൊക്കെയാണെന്ത് ഒന്നാം സ്ഥാനത്തുള്ള പാസ്പോർട്ടുള്ള രാജ്യങ്ങൾ. രണ്ടാം സ്ഥാനത്തുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഫിൻലാൻഡ്, സൗത്ത് കൊറിയ, സ്വീഡൻ ഒക്കെയാണ് രണ്ടാം സ്ഥാനം. നമ്മുടെ സ്ഥാനം എത്രയാണ്? 80-ാം സ്ഥാനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. നെതർലാൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൽ നിലവിലെ ലോക ചാമ്പ്യനായ ചൈനയുടെ ഡീം ലിറൈനെ പരാജയപ്പെടുത്തിയ ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണത്? ആർ പ്രഹ്ലാനന്ദയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? തമിഴ്നാടാണ്. അതേപോലെ നോക്കി, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ്? അടൽ സേതുവാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാത ഏതാണ്? അടൽ സേതുവാണ്. അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്ത ചോദ്യം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4ാം തവണയും തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെ 2023 സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സൂററ്റാണ്. സൂററ്റ്. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ സ്ഥാനം 22-ാമതാണ്. ഓക്കെ, അടുത്ത് നോക്കി. ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ 1850 ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023. ഓക്കെ, 1850 ശേഷം ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2023. അതേപോലെ നോക്കൂ. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവാണ്. ഏതാണ്? പൂ. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസനാണ് 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ. ഓക്കെ, അടുത്ത് നോക്കൂ. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഏതാണ്? USA വെസ്റ്റ് ഇൻഡീസുമാണ്. ഓക്കെ, 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഏതാണ്? USA വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ, അടുത്ത ചോദ്യം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളവാണ്. എവിടെയാണത്? കോട്ടയത്താണ്. ഓക്കെ, റോബോട്ടിൻ്റെ പേര് എലീന. ഓക്കെ, അടുത്ത ചോദ്യം. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ-19 ലോകകപ്പിൻ്റെ വേദി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. അതേപോലെ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന എവിടെയാണ്? കാസർഗോഡാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. ഓക്കെ, അതേപോലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിത IPS ഉദ്യോഗസ്ഥ ആരാണ്? ശ്വേത കെ സുഗതനാണ്. മലയാളിയാണ്. അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള 2ാമത്തെ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഏതാണ്? 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. 1-ാം സ്ഥാനം ഏതാണ്? അമേരിക്കയാണ്. ഓക്കെ, ഇത് രണ്ടും പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. 3-ാം സ്ഥാനത്ത് ആരാണ്? ചൈനയാണ്. 3-ാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. ഓക്കെ, അപ്പം അമേരിക്കയ്ക്ക് 1-ാം സ്ഥാനമാണ്. അമേരിക്കയ്ക്ക് ഏതായാലും 68 ലക്ഷത്തിയോളം ഉണ്ട് റോഡ് ശൃംഖല. 68,3479 കിലോമീറ്ററാണ്. ഇന്ത്യേൻ്റെ ആണെങ്കിൽ 63 ലക്ഷത്തിയാണ്. 63,72,603 കിലോമീറ്ററാണ് നമ്മുടെ റോഡിൻ്റെത്. ചൈനയാണെങ്കിൽ 51,98,000 കിലോമീറ്ററാണ് എന്ത് ചെയ്തത്? ചൈനേൻ്റെത്. അപ്പോൾ അമേരിക്കേൻ്റെ ഫസ്റ്റ് പൊസിഷൻ 68 വരും. നമുക്കാണെങ്കിൽ 63 വരും. ചൈനയ്ക്കാണെങ്കിൽ എത്ര വരും? 51 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ. ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കാണ്. 2-ാം സ്ഥാനം നമുക്ക്. 3-ാം സ്ഥാനം ആർക്കാണ്? ചൈനയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ചൈനയാണ്. ഓക്കെ, അതേപോലെ നോക്കൂ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായ അരവിന്ദ്
പനഗിരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ്. അതേപോലെ നോക്കി 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഏതാണ്? കൊല്ലമാണ്. ഓക്കെ. അതേപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്സവം എന്നാണ്. ഉത്സവം മറക്കണ്ട, ഉത്സവം. അതേപോലെ നോക്കൂ, കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. ഓക്കെ. എന്താ കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുക. കെ സ്മാർട്ട് മറക്കണ്ട. ഓക്കെ. അതേപോലെ നോക്കൂ, 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്ന പേരാണത് ഡെസേർട്ട് സൈക്ലോൺ. ഡെസേർട്ട് സൈക്ലോൺ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ UAE ആണ്. ഓക്കെ. അടുത്ത് നോക്കിയേ, 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ് ആണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന സർവകലാശാല ഏതാണ്? കുഫോസ് ആണ്. അതേപോലെ നോക്കി, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? നാദിയ. ഓക്കെ. നാദിയ കാൽവിനോ. അടുത്ത് നോക്കി, ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതിയാണത് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ്. ഓക്കെ. അടുത്ത് നോക്കി, വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചതാർക്കാണ്? ശീതൽ ദേവിക്കാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൽ ദേവി. ഓക്കെ. അടുത്ത് നോക്കൂ, 2023 പുരുഷ ഫിഡെ ലോകകപ്പ് റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയതാരാണ്? മാഗ്നസ് കാൾസൺ ആണ്. 5ാമത്തെ കിരീടമാണ് മാഗ്നസ് കാൾസൺ. അടുത്ത് നോക്കൂ, 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയതാരാണ്? വനിത. ആരാണ്? അനസ്താനിയ ബോഡ്നർക്കാണ്, റഷ്യ. ഓക്കെ. അടുത്ത് നോക്കൂ, ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്ര ഉപരിതല ദൗത്യമാണ് സ്ലിം എന്ന് പറയും. അടുത്ത് നോക്കി, ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൗ, ഉത്തർപ്രദേശിലാണ്. AI. ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ. അടുത്ത് നോക്കൂ, അയോധ്യ സ്റ്റേഷൻ്റെ പുതിയ പേര് അല്ലേ? അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണത് അയോധ്യ ധാം ജംഗ്ഷൻ. അതേപോലെ നോക്കൂ, നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലിൻ്റെ പേരാണത് മെഡ്ടെക് മിത്ര. അടുത്ത ചോദ്യം നോക്കി, ഇന്ത്യയിലെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്? ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്, പാലക്കാട്. ഓക്കെ. ആദ്യത്തേതാണ്? കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഓക്കെ. എന്താണ് ഉദ്ദേശങ്ങൾ? ആൻറ്റിബയോട്ടിക് ആശുപത്രി, സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ, കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ്? ഫറോക്കാണ്. എവിടെയാണ്? ഫറൂഖാണ്, കോഴിക്കോട് അല്ലേ? അടുത്ത് നോക്കി, ഏത് സംസ്ഥാനമാണ് പൊയില ബൊയ്സാഖിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത്? പശ്ചിമ ബംഗാൾ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാണ്? ഗുജറാത്താണ്. ഓക്കെ. അടുത്ത ചോദ്യം, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഉല്ലല ബാബു. ഓക്കെ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ഏതാണ്? ആലപ്പുഴയാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ഏതാണ്? ആലപ്പുഴയാണ്. അതേപോലെ നോക്കൂ, പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. നമ്മൾ പറയാറുണ്ട് മലയാളിയല്ല കേരളീയൻ എവിടെയും പോയാൽ കാണാമെന്ന് പറയും അല്ലേ? അപ്പോൾ കേരളീയൻ ഇല്ലാത്ത ഏക രാജ്യം ഏതാണ്? ഉത്തര കൊറിയയാണ്. അടുത്തത് നോക്കൂ, 2024 ജനുവരിയിൽ ഫിഡെ ലോകകപ്പ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളി താരം ആരാണ്? SL നാരായണനാണ്, 42ാം സ്ഥാനം. നിഹാൽ സരിൻ 43ാം സ്ഥാനം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം ആരാണ്? SL നാരായണനാണ്. ഓക്കെ,
42-ാം സ്ഥാനമാണ്. 43-ാം സ്ഥാനം ആർക്കാണ്? നിഹാൽ സരീനാണ്. ഓക്കെ, അടുത്ത ചോദ്യം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. അടുത്തത്, ഹുണ്ടായ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രി ആരാണ്? ദീപിക പദുക്കോണാണ്. ദീപിക പദുക്കോൺ. അതേപോലെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? എസ് ശ്രീകലയാണ്. എസ് ശ്രീകല. ഓക്കെ, അതേപോലെ നോക്കൂ, 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. അമ്പലവേൽ. അതേപോലെ 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയതാരാണ്? കേരളമാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന. വേദി എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഓക്കെ, 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. ഓക്കെ, 2023 അതിൻ്റെ വേദി എവിടെയായിരുന്നു? മഹാരാഷ്ട്രയായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കൂ. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാനയാണ്. പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാനയാണ്. ഓക്കെ, പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? ഏതാണ്? കുറുമാട്ടിയാണ്. കുറുമാട്ടി. അതേപോലെ ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ജിതേഷ് ജിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ്? മൗണ്ട് ലെവോട്ടോബി ലാക്കി. ഓക്കെ, ഇതാണ് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. അടുത്ത് നോക്കൂ. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈയാണ്. ഓക്കെ, അപ്പം മറക്കണ്ട, രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്, മുംബൈയാണ്. ഓക്കെ, കുട്ടികളിലെ രക്താർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്തെ ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണിത്. മരുന്നിൻ്റെ പേരാണിത് പ്രിവോൾ. മറക്കണ്ട. ഓക്കെ, നല്ലൊരു കണ്ടുപിടുത്തം. ഓക്കെ, വിജയിക്കട്ടെ. ഓക്കെ, അടുത്ത് നോക്കൂ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആഴാക്കുളമാണ്, തിരുവനന്തപുരം. ആഴാക്കുളം, തിരുവനന്തപുരം. ഓക്കെ, അതേപോലെ നോക്കുക. അടുത്ത ചോദ്യം. സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എവിടെയാണ്? 2023 ഡിസംബർ 30-നാണ് കേട്ടോ. അമൃത് ഭാരത് എക്സ്പ്രസ് മുമ്പ് അറിയപ്പെടുന്ന പേരാണെന്ത്? വന്ദേ സാധാരൺ അല്ലേ? വന്ദേ സാധാരൺ എക്സ്പ്രസ് ആണ് എന്ത് ചെയ്തത്? അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പേരിൽ എന്ത് ചെയ്യുക മാറി വന്നത്. ഡേറ്റ് എന്നാണ്? 2023 ഡിസംബർ 30-നാണ് ആരംഭിച്ചത്. അടുത്ത് നോക്കൂ. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവാരാണ്? മുഹമ്മദ് യൂനൂസാണ്. ഓക്കെ, അദ്ദേഹത്തിന് 2006-ലാണ് എന്ത് ചെയ്തത്? സമാധാനത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അടുത്ത് നോക്കിയേ. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ഓക്കെ, 1930 വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ. അതേപോലെ നോക്കൂ. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താൽക്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാരാണ്? ഉത്തരാഖണ്ഡ്. അതേപോലെ 2023 ഡിസംബർ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? തെലുങ്കാനയാണ്. ഓക്കെ, അതേപോലെ നോക്കൂ. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവ വേദിയാണെന്ന്? പാലക്കാട്, ചിറ്റൂരാണ്. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? ചിറ്റൂരാണ് അല്ലേ? പാലക്കാടാണ്. ഓക്കെ, അതേപോലെ നോക്കൂ. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ്? GSAT-20 ആണ്. GSAT-20. അതേപോലെ KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണെന്ത്? ചലോ ആപ്പ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത്? ചേപ്പാടാണ്, ആലപ്പുഴ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ചേപ്പാടാണ്, ആലപ്പുഴയാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. രാജസ്ഥാനിലെ ആദ്യ സ്നേക്ക് പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? കോട്ട. അടുത്ത ചോദ്യം. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലത. അടുത്ത ചോദ്യം. അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി ആരാണ്? അരുൺ യോഗിരാജാണ്.
അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി ആരാണ്? ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അടുത്ത് നോക്കി. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരുന്നോണം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിൻ്റെ പേരെന്താണ്? എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താ? സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹവും ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. അടുത്ത് നോക്കിയേ. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അടുത്ത് നോക്കൂ. അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തർപ്രദേശിലാണ്, വൃന്ദാവൻ. ഓക്കെ, അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായതാണ് ഉത്തർപ്രദേശാണ്, വൃന്ദാവൻ. അടുത്ത ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റതാരാണ്? ഡോക്ടർ RV അശോകൻ. RV അശോകൻ. അടുത്ത ചോദ്യം. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം. 2014 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? ലൗലി സർവകലാശാലയാണ്, പഞ്ചാബിലെ. അടുത്ത് നോക്കി. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷണ പരിപാടി. ഓക്കെ, പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ജനുവരിയിൽ ഹെങ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? UK ആണ്. അതേപോലെ 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദിയാകുന്നത് തിരുവനന്തപുരം. അടുത്ത ചോദ്യം. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡനാണ്, സ്വീഡൻ. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ജനുവരി 3 നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അപ്പോൾ 2024 ഓർത്തോളുക. ഓക്കെ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതല്ലേ, ഓർത്തിരുന്നോളുക. അടുത്ത് നോക്കി. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE. അപ്പോൾ ബ്രിക്സിലേക്ക് 5 രാജ്യങ്ങളോട് 2024 ചേർന്നു. ഏതൊക്കെയാണ്? ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE. അടുത്ത നോക്കി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഓക്കെ, കണ്ണൂർ മഞ്ഞപ്പാലമാണ്. അടുത്ത് നോക്കൂ. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട രാജ്യം ജപ്പാനാണ്. അടുത്ത ചോദ്യം. ആഗോള കുടുംബ ദിനം ജനുവരി 1 ആണ്. ആഗോള കുടുംബ ദിനമാണ് ജനുവരി 1. അതേപോലെ നോക്കി. 2024 ആഗോള കുടുംബദിനത്തിൻ്റെ പ്രത്യേകത അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുക. ഓക്കെ, അടുത്ത് നോക്കൂ. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം ഏതാണ്? കിരിബാത്തിയാണ്. കിരിബാത്തി പസഫിക്കിലെ ചെറുദ്വീപാണ് അല്ലേ, കിരിബാത്തി എന്ന് പറയുക. അപ്പം ഇത്രയുമാണ് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക, എത്തിക്കുക. ഓക്കെ, താങ്ക് യു.